മാർച്ച് 4 വന്നപ്പോൾ ആദ്യം കണ്ടത് ഇങ്ങനെ ഈ കുണ്ടും കുഴിയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്താണ് നടക്കുന്നത്, എപ്പോഴാണ് കംപ്ലീറ്റ് ആവാൻ പോകുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടുത്തെ മിനിസ്റ്റർ, സംസ്ഥാന സർക്കാരിന്റെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ഇത് 31 മാർച്ച് വരെ ഇത് തീരും, ഇത് കഴിയും. ഇന്ന് അപ്പോൾ അതുവരെ ഞാനൊന്നും പറഞ്ഞില്ല. ഇന്ന് 2 ഏപ്രിലിൽ ഞാനിപ്പോൾ ഒരു ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇത് ഇപ്പോഴും എത്രയോ ഒരു കൺഫ്യൂഷനും ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റസിലാണ് കിടക്കുന്നത്. ഈ സ്മാർട്ട് സിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണുമ്പോൾ ഇത് സ്മാർട്ട് അല്ല, അൺസ്മാർട്ട് മാതിരിയാണ് ഈ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇവിടെ 100 സ്മാർട്ട് സിറ്റീസിൽ തിരുവനന്തപുരമാണ് 66th നമ്പറിലാണ് തിരുവനന്തപുരം. ഞാൻ ഇന്ന് ജനറൽ മാനേജറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വാർ ഫുട്ടിങ്ങിൽ കംപ്ലീറ്റ് ആവണം. വാർ ഫുട്ടിങ്ങിൽ കംപ്ലീറ്റ് ആവണം. ജനങ്ങൾക്ക് സേഫ്റ്റിയും ഇൻകൺവീനിയൻസും കാണുന്നില്ലേ, ഈ കടകളെല്ലാം ആൾക്കാർ, കസ്റ്റമേഴ്സ് ഒന്നും പോകുന്നില്ല, ഇവിടെ സേഫ്റ്റി പ്രോബ്ലംസും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതിപ്പോ 2 ഏപ്രിലാണ്, 31 മാർച്ച് വരെ സംസ്ഥാന സർക്കാർ പറഞ്ഞതായിരുന്നു അവർ കംപ്ലീറ്റ് ചെയ്യും. അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യും. ഇത് കഴിയുന്നവരെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് കഴിപ്പിക്കും. അപ്പോ ഇത് ഒരു വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെയും ഒരു ഇനപ്റ്റ്നെസ്. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ചെയ്ത സർക്കാരിന് സുപ്രീം കോർട്ട് വന്നിട്ട് കാശ് വാങ്ങേണ്ട അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എനിക്ക് ഒരു മിഷനായിട്ട് ഞാൻ കാണുന്നു.